നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ കാണാതായ കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാടക വീട്ടിൽ താമസിക്കുകയായിരുന്ന ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു എന്ന 2 വയസ്സുകാരിയാണ് മരിച്ചത്. രാവിലെ കുഞ്ഞിനെ കാണാനില്ലെന്ന് കുടുംബാംഗങ്ങൾ നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദേവേന്ദുവിനെ രാവിലെ മുതൽ കാണാതാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും ചിലർ കസ്റ്റഡിയിലുണ്ടെന്നും ഇവരെ ചോദ്യം ചെയ്ത് വരികയാണെന്നും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി പറഞ്ഞു. തുടക്കം മുതൽ തന്നെ പോലീസ് സംഭവത്തിൽ ദുരൂഹത സംശയിച്ചു. വീട്ടുകാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും തനിയെ കുട്ടി അവിടെ പോയി കിണറ്റിലേക്ക് വീഴാനുള്ള സാധ്യതയില്ലെന്നും ഈ സാഹചര്യത്തിൽ ചില ദുരൂഹതകളുണ്ടെന്ന് എം വിൻസെന്റ് MLAയും വ്യക്തമാക്കി. കൈവരികളുള്ള കിണറിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതെന്നത് കൂടുതൽ സംശയം ബലപ്പെടുത്തി. കുട്ടിയെ കാണാതായെന്ന് പറയുന്ന സമയത്ത് അമ്മയുടെ സഹോദരൻ കിടന്നിരുന്ന മുറിയിൽ തീപിടുത്തമുണ്ടാവുകയും ഇതിനുശേഷം തീ അണയ്ക്കാനായി വെള്ളമെടുത്ത് ഒഴിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായ വിവരം വീട്ടുകാർ പറയുന്നതെന്നും എം വിൻസെന്റ് MLA പറഞ്ഞു. കുഞ്ഞ് ഒറ്റയ്ക്ക് പോയി കിണറ്റിൽ വീഴില്ലെന്ന് ഉറപ്പാണ്. ഒരിക്കലും ഒറ്റയ്ക്ക് പോകില്ല. അത് വിശ്വസനീയമല്ല. താൻ വീട്ടിലെത്തുന്ന സമയത്ത് മണ്ണെണ്ണയുടെ മണമുണ്ടായിരുന്നു. പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ദുരൂഹതകളെല്ലാം അന്വേഷണത്തിലൂടെ നീങ്ങുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീടിനുള്ളിൽ കുരുക്കിട്ട നിലയിൽ കയറുകൾ കണ്ടെത്തിയതിലും ദുരൂഹതയുണ്ട്. കൂട്ട ആത്മഹത്യാ ശ്രമമെന്ന സൂചനയും സംശയിക്കുന്നുണ്ട്. കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അയൽക്കാർ പറയുന്നത്. 30 ലക്ഷം രൂപ കാണാനില്ലെന്ന് കാട്ടിക്കൊണ്ട് കുടുംബം 2 ദിവസം മുമ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു.